കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്യാൻ അനുമതി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. ഡോക്ടർ റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉച്ചയോടെ ഹാജരായിരുന്നു. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിലെ വീഴ്ചയിൽ ഡിവൈഎസ്പി കോടതിയിൽ നേരിട്ട് ഹാജരായി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഡിവൈഎസ്പി സുധീർ കല്ലൻ ഹാജരായത്. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വാക്കാൽ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് അറിയിച്ചുവെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ വിശദീകരണം. വാക്കാൽ പോരാ എന്ന സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമാണ് ലംഘിക്കപ്പെട്ടതെന്ന് കോടതി പറഞ്ഞു. ഡിവൈഎസ്പിക്ക് എതിരെ നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. അറസ്റ്റിൽ വീഴ്ച ഉണ്ടായെന്ന് പ്രോസിക്യൂഷനും സമ്മതിച്ചു. സംസ്ഥാനത്ത് പലിശരഹിത വായ്പാ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി സർക്കാർ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പുകളുടെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പ്രിയദർശിനി വായ്പ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി കെ തുളസി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. പിന്നോക്ക വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും മൈക്രോ ലെവൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനുമാണ് ഈ വായ്പ ലഭ്യമാകുക. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പുകളുടെ 100 ദിന കർമ്മ പരിപാടിയിൽ ആകെ 31 പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സാമൂഹിക പ്രവർത്തകൻ അണ്ണാ ഹസാരെ. മഹാരാഷ്ട്രയിലെ അഹില്യാനഗറിൽ അണ്ണാ ഹസാരെ 2 മണിക്കൂർ മൗനസമരം നടത്തി. മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് മൗനസമരം നടത്തിയത്. പ്രതിഷേധത്തിന് ശേഷം റാലേഖൻ സിദ്ദിയിലേക്ക് മടങ്ങി. പ്രതിഷേധത്തിന് മുന്നോടിയായി ബുധനാഴ്ച അണ്ണാ ഹസാരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഡൽഹിയിൽ നടക്കുന്ന ആക്രമണങ്ങളുടെയും പോലീസ് നടപടികളുടെയും വാർത്തകൾ അത്യധികം വേദനാജനകമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധക്കാരുടെ അമർഷത്തെ സമൂഹത്തിന്റെ വേദനയും പ്രതിഷേധവുമായി കാണണമെന്ന് ഹസാരെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു.